മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജ്ഞാനം, സൗഭാഗ്യം എന്നിവയുടെ കാരകനായ ഗുരു രാഹുവിൻ്റെ ആധിപത്യത്തിലുള്ള തിരുവാതിര നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുകയാണ്. രാഹു 3 നക്ഷത്രങ്ങളുടെ അധിപനാണ്. തിരുവാതിര, ചോതി, ചതയം എന്നീ നക്ഷത്രങ്ങളാണ് അത്. ഈ 3 നക്ഷത്രങ്ങളിൽ തിരുവാതിര നക്ഷത്രം കൂടുതൽ വിധ്വംസ സ്വഭാവമുള്ളതാണ്. അതായത് പുതിയതായി എന്തെങ്കിലും നിർമ്മിക്കുന്നതിന് മുൻപ് പഴയത് നഷ്ടമാക്കുന്ന സ്വഭാവം തിരുവാതിര നക്ഷത്രത്തിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അതേസമയം ഗുരു എല്ലാം തന്നെ സന്തുലിത സ്ഥിതിയിൽ ആക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ 2 വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള ഈ അവസ്ഥയിൽ രാഹുവും ഗുരുവും നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിലുള്ള ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഗുരു 2025 ജൂൺ 14 തിരുവാതിര നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. 2025 ഓഗസ്റ്റ് 13 വരെ തിരുവാതിര നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നതും. അതായത് ഏകദേശം 2 മാസത്തോളം. 2025 ഓഗസ്റ്റ് 13 വരെ തിരുവാതിര നക്ഷത്രത്തിലായിരിക്കും നിൽക്കുന്നത്. അതായത് ഏകദേശം 2 മാസത്തോളം ഗുരു രാഹുവിൻ്റെ നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത്, അതായത് അമിത വേഗത്തിൽ. ഇത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ഇതിൽ ശ്രദ്ധിക്കണം, അല്ലാത്ത പക്ഷം ഹാനികൾ വരുവാനും ഇടയുണ്ട്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപകാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദമടങ്ങുന്ന മേടക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. മേടം രാശിക്കാരുടെ 3-ാം ഭാവമായ മിഥുനത്തിൽ മകയിരം നക്ഷത്രത്തിൽ നിന്നും തിരുവാതിര നക്ഷത്രത്തിലേക്കാണ് ഗുരു പ്രവേശിക്കുന്നത്. ഗുരു നിങ്ങളുടെ 9-ഉം 12-ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഇവിടെ രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി പതിക്കുന്നതും ഗുരുവിൻ്റെ മേലാണ്. അതോടൊപ്പം ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി പതിക്കുന്നതും രാഹുവിൻ്റെ മേലാണ്. ട്രാവലിംഗ്, ബിസിനസ്, സെയിൽസ് ഫീൽഡിലുള്ളവർ എന്നിവർക്കെല്ലാം തന്നെ ഗുരു ഈ സമയത്ത് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും. രാഹു നിങ്ങളുടെ 11-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. വരുമാനത്തിൽ നല്ല വൃദ്ധി കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ സമയത്ത് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരും. കാരണം 3-ൽ നിൽക്കുന്ന ഗുരു കൂടുതൽ യാത്രകൾ ചെയ്യിക്കുന്നതായിരിക്കും. അതിനാൽ നിങ്ങൾക്ക് അലസതയെല്ലാം വെടിയേണ്ടി വരും. എങ്കിൽ മാത്രമേ നേട്ടങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുപോലെ ധാർമ്മിക കാര്യങ്ങളിൽ വിമുഖത കാണിക്കുന്നതും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ കുറയുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇവ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം മേടം രാശിക്കാർക്ക് കരിയർ, ബിസിനസ്, മറ്റ് പ്രൊഫഷണൽ രംഗം എന്നീ ഫീൽഡിൽ നല്ല നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഇനി കാർത്തിക 2, 3, 4 പാദങ്ങൾ രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരാണ്. ഗുരു നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം പാദത്തിലാണ് നക്ഷത്രമാറ്റം ചെയ്യുന്നത്. ഗുരു 8-ഉം 11-ഉം ഭാവങ്ങളുടെ അധിപനാണ്. രാഹു നിൽക്കുന്നത് നിങ്ങളുടെ കരിയറിൻ്റെ സ്ഥാനമായ 10-ാം ഭാവത്തിലാണ്. 2-ഉം 10-ഉം ഭാവങ്ങൾ പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ. കരിയർ മുഖാന്തരവും പൈസയാണല്ലോ ലഭിക്കുന്നത്. 2-ാം ഭാവം കുടുംബവുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി ഗുരുവിൻ്റെ മേലുമാണല്ലോ പതിക്കുന്നത്. ഈ സമയത്ത് ഏതെങ്കിലും കുടുംബാംഗങ്ങളുമായി ഒത്തുചേർന്ന് ബിസിനസ് ആരംഭിക്കുന്നത് ശുഭകരമായിരിക്കും. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഫൈനാൻസ്, ബാങ്കിങ് സെക്ടർ
എന്നിവിടെ ജോലി ചെയ്യുന്നവർക്ക് ഈ സമയത്ത് നല്ല ഗ്രോത്തും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും. പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും ക്ഷേത്ര ദർശനങ്ങളും മറ്റും നടത്തുന്നതുമായിരിക്കും. പക്ഷേ ഈ സമയത്ത് രാഹു നിങ്ങളുടെ ചിലവുകളിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഒരാശ്വാസമുള്ളത് ഈ ചിലവുകളിൽ കൂടുതലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഭവന നിർമ്മാണം എന്നിവ മാതിരിയുള്ള ചിലവുകളായിരിക്കും ഉണ്ടാകുന്നത്. ഇനി മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർദം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരാണ്. നിങ്ങളുടെ രാശിയിലാണ് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം സംഭവിക്കുന്നത്. അതായത് രാഹുവിൻ്റെ നക്ഷത്രമായ തിരുവാതിരയിലേക്ക്. രാഹു നിൽക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലാണ്. ഗുരു നിങ്ങളുടെ 7ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഈ സമയത്ത് ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ 5ാം ദൃഷ്ടി ഗുരുവിൻ്റെ മേലുമാണ് പതിക്കുന്നത്. ലഗ്നത്തിൽ നിൽക്കുന്ന ഗുരു ജ്ഞാനം, റെസ്പെക്റ്റ് എന്നിവയിൽ വർധനമുണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ഗുരു ഒരു കൺഫ്യൂഷൻ്റെ സ്ഥിതിയും നിർമ്മിക്കുന്നതായിരിക്കും. അലസത വർദ്ധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും. അധികം പരിശ്രമം ചെയ്യാതെ ഒരിടത്തിരുന്ന് സമ്പാദിക്കുവാനുള്ള മോഹം ഉടലെടുക്കുന്നതുമായിരിക്കും. പക്ഷേ ഇത് നെഗറ്റീവ് ഫലങ്ങൾ മാത്രമായിരിക്കും നൽകുന്നത്. അതേസമയം 9ൽ നിൽക്കുന്ന രാഹു കൂടുതൽ ട്രാവൽ ചെയ്യിക്കുന്നതായിരിക്കും. ഇത് വിദേശയാത്രകളും ആകാം. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും. ഗുരുവിൻ്റെ ദൃഷ്ടി 7ാം ഭാവത്തിലും ഈ സമയത്ത് പതിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഗുരു കൺഫ്യൂഷൻ്റെ സ്ഥിതി നിർമ്മിക്കുന്നതും രാഹു ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി കുറയ്ക്കുന്നതുമാണ്. അതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ എല്ലാം ശുഭകരമായിരിക്കും. ഗുരുവിനെയാണോ അതോ രാഹുവിനെയാണോ ഫോളോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ആയിരിക്കണം തീരുമാനിക്കേണ്ടത്. ഇനി പുണർദം 4ാം പാദം, പൂയം, ആയില്യം അടങ്ങുന്ന കർക്കിടകക്കൂറുകാരാണ്. നിങ്ങളുടെ 12ാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നടക്കുന്നത്. ഗുരു നിങ്ങളുടെ 6ഉം 9ഉം ഭാവങ്ങളുടെ അധിപനാണ്. ഗുരു ഇവിടെ നക്ഷത്രമാറ്റത്തോടൊപ്പം വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഗുരു 6ാം ഭാവാധിപനാണ്, നിൽക്കുന്നത് 12ാം ഭാവത്തിലും. രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും രാഹുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് രാഹുവിൻ്റെ മേലും ആണ്. 12ഉം 8ഉം ഭാവങ്ങൾ ചിലവിൻ്റേതാണ്. അതോടൊപ്പം ഈ 2 സ്ഥാനങ്ങളും സ്പിരിച്വാലിറ്റിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദാനധർമ്മങ്ങളിലും ശുഭകാര്യങ്ങളിലും ചിലവുകൾ ചെയ്യുകയാണെങ്കിൽ ഗുരുവിൻ്റെയും രാഹുവിൻ്റെയും മറ്റ് ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതല്ല മറ്റ് അനാവശ്യ ചിലവുകളാണ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഇതിൽ എന്ത് വേണം എന്ന് നിങ്ങൾ വേണം തിരഞ്ഞെടുക്കുവാൻ. വിദേശ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സമയം നല്ലതായിരിക്കും. രോഗങ്ങൾ, യാത്രകൾ എന്നിവയിലും ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും. രാഹു 12ാം ഭാവത്തിലും ഗുരു 8ാം ഭാവത്തിലും കൂടുതൽ യാത്ര ചെയ്യിക്കുന്നതായിരിക്കും. ഇത് വിദേശയാത്രകളും ആകാം. ഇനി മകം, പൂരം, ഉത്രം 1ാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ്. നിങ്ങളുടെ 11ാം ഭാവത്തിലാണ് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നടക്കുന്നത്. ഗുരു നിങ്ങളുടെ 5ഉം 8ഉം ഭാവങ്ങളുടെ അധിപനാണ്. രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ 5ാം ദൃഷ്ടി ഗുരുവിൻ്റെ മേലുമാണ് പതിക്കുന്നത്. ഗുരു നിൽക്കുന്നതും രാഹുവിൻ്റെ നക്ഷത്രത്തിലാണ്. ഇതെല്ലാം തന്നെ രാഹുവും ഗുരുവും തമ്മിൽ കണക്ഷൻ നിർമ്മിക്കുന്നതുമാണ്. 11ാം ഭാവത്തിൽ ഗുരു ശുഭഫലങ്ങളാണ് നൽകുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിക്കുന്നുണ്ടെങ്കിലും
രാഹുവിൻ്റെ 7ാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ പതിക്കുന്നതിനാൽ ചിങ്ങം രാശിക്കാർക്ക് രാഹുവിൻ്റെ പ്രഭാവം ഗുരുവിനേക്കാൾ കൂടുതലായിരിക്കും അനുഭവപ്പെടുന്നത്. കൂടാതെ ഇവിടെ കേതുവും നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ അഷ്ടമശനിയുടെ പ്രഭാവത്തിലാണ്. ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്ന സമയത്ത് അഷ്ടമശനിയുടെ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും. ചിങ്ങം രാശി രാഹുവിൻ്റെ ശത്രുരാശിയാണ്. എങ്കിലും 11ൽ നിൽക്കുന്ന ഗുരു നിങ്ങളുടെ ഇൻകം പ്രതീക്ഷിച്ചതിലും അധികം വരാൻ ഇടയാക്കുന്നതായിരിക്കും. വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കൺസൾട്ടൻറ്റ്, ഫൈനാൻസ് അഡ്വൈസേഴ്സ് എന്നിവർക്കെല്ലാം തന്നെ സാമ്പത്തികപരമായി പല നേട്ടങ്ങളും ലഭിക്കുന്നതായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങൾ, അതായത് ട്രാവൽ ഏജൻസി മാതിരി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഇത് ശുഭസമയം ആയിരിക്കും. ഇനി ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നിക്കൂറുകാരാണ്. നിങ്ങളുടെ 4, 7 ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. 10ാം ഭാവത്തിൽ രാഹുവിൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രത്തിലേക്കാണ് ഗുരു പ്രവേശിക്കുന്നത്. രാഹു നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും രാഹുവിൻ്റെ 5ാം ദൃഷ്ടി ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലുമാണ് പതിക്കുന്നത്. അത് കാരണം രാഹുവും ഗുരുവും തമ്മിൽ ഇൻ്റർ കണക്ഷനും ഉണ്ടാകുന്നുണ്ട്. 6ാം ഭാവം രാഹുവിൻ്റെ ഫേവറബിളായിട്ടുള്ള ഭാവമാണ്. ഇത് തൊഴിൽ, ഉദ്യോഗം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് രാഹു കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും വിജയം കൈവരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 5ാം ദൃഷ്ടി 10ൽ നിൽക്കുന്ന ഗുരുവിൻ്റെ മേൽ പതിക്കുന്നത് അഡ്വൈസേഴ്സ്, കൺസൾട്ടൻറ്റ്, എൻജിനീയേഴ്സ്, ടെക്നോളജി ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ, റിസർച്ച് ചെയ്യുന്നവർ ഇവർക്കെല്ലാം തന്നെ ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകും, വരുമാനം വർദ്ധിക്കും, പൈസ സേവ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. കാരണം രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയും ഗുരുവിൻ്റെ 5ാം ദൃഷ്ടിയും പതിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിലാണ്. ഈ സമയത്ത് രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ്. വിരോധികൾ നിഷ്ക്രിയരായിരിക്കും. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. പൊതുവെ ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം കന്നിരാശിക്കാർക്ക് ശുഭകരമായിരിക്കും. ഇനി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ്. നിങ്ങളുടെ 3, 6 ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. നക്ഷത്രമാറ്റം ചെയ്യുന്നത് 9ാം ഭാവത്തിൽ രാഹുവിൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രത്തിലേക്കാണ്. രാഹു നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും രാഹുവിൻ്റെ ദൃഷ്ടി 5ാം ദൃഷ്ടി പതിക്കുന്നത് ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് രാഹുവിൻ്റെ മേലുമാണ്. അതോടൊപ്പം രാഹുവിൻ്റെ 9ാം ദൃഷ്ടിയും ഗുരുവിൻ്റെ 5ാം ദൃഷ്ടിയും പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലുമാണ്. 5ഉം 9ഉം ഭാവങ്ങൾ ത്രികോണ സ്ഥാനങ്ങളാണ്. 5ാം ഭാവം ലക്ഷ്മി ത്രികോണ സ്ഥാനവും 9ാം ഭാവം വിഷ്ണു ത്രികോണ സ്ഥാനവും. ഈ കോമ്പിനേഷനെല്ലാം തന്നെ ഇൻകം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ലാഭസ്ഥിതികൾ വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. രാഹു 5ൽ നിൽക്കുന്നത് സന്താനപക്ഷത്തെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. എങ്കിലും ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് അതിൽ ആശ്വാസം നൽകുന്നതുമായിരിക്കും. കർമ്മമേഖല ഈ സമയത്ത് വികസിപ്പിക്കുന്നതായിരിക്കും. പൊതുവെ ഗുരുവിൻ്റെ ഈ രാശിമാറ്റം തുലാം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. പക്ഷേ അതോടൊപ്പം യാത്രകളും അലച്ചിലുകളും ഉണ്ടാകുന്നതുമായിരിക്കും. ഇനി വിശാഖം 4ാം പാദം, അനിഴം, തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ 2ഉം 5ഉം ഭാവങ്ങളുടെ അധിപനാണ് ഗുരു. നക്ഷത്രമാറ്റം ചെയ്യുന്നത് 8ാം ഭാവത്തിൽ രാഹുവിൻ്റെ തിരുവാതിര നക്ഷത്രത്തിലേക്കാണ്. രാഹു നിൽക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ 4ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും രാഹുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് രാഹുവിൻ്റെ മേലും ആയിരിക്കും.
4ഉം 8ഉം ഭാവങ്ങൾ മോക്ഷ ത്രികോണ സ്ഥാനങ്ങളാണ്. രാഹുവിന് മോക്ഷവുമായി യാതൊരു കണക്ഷനും ഇല്ല. അതേസമയം കേതു മോക്ഷത്തിൻ്റെ കാരകനാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുരു 8ൽ നിൽക്കുന്നത് അത്ര ശുഭകരമായിരിക്കത്തില്ല. ഈ സമയത്ത് കൺഫ്യൂഷനോ ഭയമോ ഒക്കെ മനസ്സിൽ ഉടലെടുക്കുവാൻ സാധ്യതകളുണ്ട്. എന്നാൽ ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിന് പരിഹാരം വരാൻ ഇടയാക്കുന്നതായിരിക്കും. രാഹു 4ൽ നിൽക്കുന്ന സമയത്ത് ചില പ്രത്യേക ഐഡിയയും മറ്റും തോന്നുന്നതായിരിക്കും. ഇത് കൺസൾട്ടൻസി, മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്, മാർക്കറ്റിംഗ് ഫീൽഡിലുള്ളവർ, രാഷ്ട്രീയത്തിലുള്ളവർ എന്നിവർക്കെല്ലാം അവരവരുടെ ഫീൽഡിൽ പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഡോക്ടർ, വക്കീൽ എന്നിവർക്കും സമയം അനുകൂലമായിരിക്കും. മേൽ പറഞ്ഞതുകൂടാതെ മറ്റ് ഫീൽഡിലുള്ളവർക്ക് ഇതല്പം ടഫ് സമയമായിരിക്കും. ഈ സമയത്ത് കൺഫ്യൂഷൻ്റെ സ്ഥിതിയും ഇവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. കർമ്മസ്ഥാനമായ 10ൽ കേതുവും ഈ സമയത്ത് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും ചില പരിവർത്തനങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് സാവകാശം ബുദ്ധിപൂർവം വേണം ചെയ്യുവാൻ. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1ാം പാദമടങ്ങുന്ന ധനുക്കൂറുകാരാണ്. നിങ്ങളുടെ രാശ്യാധിപനാണ് ഗുരു. അതോടൊപ്പം സുഖസ്ഥാനമായ 4ാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു. നക്ഷത്രമാറ്റം ചെയ്യുന്നത് 7ാം ഭാവത്തിൽ രാഹുവിൻ്റെ നക്ഷത്രമായ തിരുവാതിരയിലേക്കാണ്. രാഹു നിൽക്കുന്നത് 3ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും രാഹുവിൻ്റെ 5ാം ദൃഷ്ടി ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലുമായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് ധനുരാശിക്കാർ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ്. രാശ്യാധിപൻ ഗുരുവിൻ്റെ 7ാം ദൃഷ്ടി സ്വന്തം രാശിയിൽ പതിക്കുന്നത് കുറച്ചൊക്കെ ആശ്വാസകരമായിരിക്കും. രാഹുവും 3ൽ ശുഭഫലങ്ങളാണ് നൽകുന്നത്. രാഹു ഐഡിയ നൽകുന്ന ഗ്രഹമാണ്. ഗുരു ജ്ഞാനവും. ഇത് രണ്ടും ഒന്നിക്കുന്നത് പല ഫീൽഡിലും നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. പുതിയ വ്യവസായം ആരംഭിക്കുവാൻ സാധിക്കുന്നതാണ്. നല്ല ഗ്രോത്ത് അതിൽ ഉണ്ടാകുന്നതുമായിരിക്കും. വിവാഹത്തിനിത് അനുകൂല സമയമായിരിക്കും. രാഹുവിൻ്റെയും ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് കണ്ടകശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും. എങ്കിലും പിന്നീട് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാരാണ്. ഗുരു നിങ്ങളുടെ 3ഉം 12ഉം ഭാവങ്ങളുടെ അധിപനാണ്. നക്ഷത്രമാറ്റം ചെയ്യുന്നത് 6ാം ഭാവത്തിൽ രാഹുവിൻ്റെ ആധിപത്യത്തിലുള്ള തിരുവാതിര നക്ഷത്രത്തിലേക്കാണ്. രാഹു നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ 2ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും രാഹുവിൻ്റെ 5ാം ദൃഷ്ടി പതിക്കുന്നത് ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ 9ാം ദൃഷ്ടി പതിക്കുന്നത് രാഹുവിൻ്റെ മേലുമാണ്. ഗുരു ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 12ാം ഭാവാധിപൻ ഗുരു നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. ഗുരു നിങ്ങൾക്ക് വിപരീത രാജയോഗം കാരണം 6ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. ഈ സമയത്ത് പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കും. വിരോധികൾ ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അതിലവർ പരാജയപ്പെടുന്നതായിരിക്കും. ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കണം. എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ലോൺ എടുക്കുന്നത് ആ പൈസ അവിടെ തന്നെ ഉപയോഗിക്കണം. ആവശ്യത്തിൽ കൂടുതൽ പൈസ ലോൺ എടുക്കുവാൻ പാടില്ല. തിരിച്ചടയ്ക്കുവാൻ സാധിക്കുന്ന അത്ര എമൗണ്ട് വേണം ലോൺ എടുക്കുവാൻ. അതുകൂടാതെ EMI-യും മറ്റും സമയത്തിന് അടച്ചിരിക്കണം. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും. രാഹു 2ൽ നിൽക്കുന്നത് ചിലവുകളിൽ വർധനവ് വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ അനാവശ്യ ചിലവുകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ഓൾറെഡി ഉള്ളവർക്കും ഇത് വളരെ അനുകൂല സമയമായിരിക്കും.
ഇനി അവിട്ടം 3, 4 പാദങ്ങൾ ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. ഗുരു നിങ്ങളുടെ 11, 2 ഭാവങ്ങളുടെ അധിപനാണ്. നക്ഷത്രമാറ്റം ചെയ്യുന്നത് 5-ാം ഭാവത്തിൽ രാഹുവിൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രത്തിലേക്കാണ്. രാഹു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ്. ഇവിടെ നിന്നും രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും ആയിരിക്കും പതിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ, ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ബുദ്ധിപൂർവം ചെയ്യുന്നതുമായിരിക്കും. ഉദ്യോഗത്തിലുള്ളവർക്ക് കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. വക്കീൽ, ടീച്ചിങ് ലൈനിലുള്ളവർ, കൺസൾട്ടൻ്റ്, മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം തന്നെ അവരവരുടെ ഫീൽഡിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും. രാഹു ലഗ്നത്തിൽ നിൽക്കുന്നത് പ്രശസ്തി ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. രാഹുവിൻ്റെ 9-ാം ദൃഷ്ടിയും ഗുരുവിൻ്റെ 5-ാം ദൃഷ്ടിയും പതിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ്. ഈ സമയത്ത് കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. ദൂരയാത്രകൾ ചെയ്യുന്നതാണ്. ഭാഗ്യസ്ഥിതികളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. പൊതുവെ ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം കുംഭം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത്. അവസാനമായി പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഗുരു നിങ്ങളുടെ രാശ്യാധിപനാണ്. അതോടൊപ്പം 10-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. നക്ഷത്രമാറ്റം ചെയ്യുന്നത് 4-ാം ഭാവത്തിൽ ഗുരുവിൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രത്തിലേക്കാണ്. രാഹു നിൽക്കുന്നത് നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. ഇവിടെ നിന്നും രാഹുവിൻ്റെ 5-ാം ദൃഷ്ടി ഗുരുവിൻ്റെ മേലും ഗുരുവിൻ്റെ 9-ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലുമായിരിക്കും പതിക്കുന്നത്. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവരുടെ കരിയറിലും ബിസിനസ്സിലും ഈ സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, കൺസൾട്ടൻ്റ് എന്നിവർക്കും സമയം നല്ലതായിരിക്കും. മീനം രാശിക്കാർക്ക് 7ര ശനിയുടെ 2-ാം ചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഹു 12-ൽ നിൽക്കുന്നത് അല്പം ആശങ്കകൾ ഉളവാക്കുന്നതായിരിക്കും. ചിലവുകൾ വളരെയധികം വർദ്ധിക്കുന്നതായിരിക്കും. ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതുമായിരിക്കും. 4-ൽ നിൽക്കുന്ന ഗുരു നിങ്ങളെ ധാർമ്മിക, ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടി ചിലവുകൾ ചെയ്യുന്നതായിരിക്കും. രാഹു 12-ൽ നിൽക്കുന്നതിനാൽ ഈ സമയത്ത് ആരുമായും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. എല്ലാവരോടും നല്ല സൗമ്യതയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും. പൊതുവെ മീനം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം മിക്സ് റിസൾട്ടുകളായിരിക്കും നൽകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.